അപ്പോൾ ഇങ്ങനെ കണ്ട ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഹലോ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അച്ഛൻ മുഖത്ത് മുൾട്ടാനി മുൾട്ടി നിൽക്കുന്നത് ഞങ്ങൾക്ക് സൺഡേ ഒരു പരിപാടി ഉണ്ട്. സൺഡേത്തെ ഒരു വ്ളോഗാട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, നല്ല നേരം വൈകിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വിവിനെ കൊണ്ടുപോകണില്ല കേട്ടോ. വിവിയുടെ അമ്മടുത്ത് പിന്നെ മാലും ലീലമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ താക്കി പോവാട്ടോ. പിന്നെ ഒന്നാമത് വിവി ഉറങ്ങേണ്ട ടൈമാണ്. വിവിക്ക് അച്ഛൻ അത്യാവശ്യം മുടിയുള്ളതുകൊണ്ട് തല പെട്ടെന്ന് വേർക്കൂട്ടോ. അപ്പോൾ അവൻ അങ്ങനെ എ സിയിലിരുന്ന് ശീലമായിട്ട് അങ്ങനെ പോകുന്ന ഫാനില്ലാതെ ഒന്നും അവന് തീരെ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാത്ത പരിപാടിക്ക് അവനെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ചെറിയ പരിപാടിയാണ്. അപ്പോൾ അവനെ കൊണ്ടുപോകില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ വീട്ടിലാക്കിട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിൽ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വിഷ്ണുട്ട് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് വർക്കും ഉണ്ട്, ക്ലോസിങ് ആവാറായില്ല. അപ്പോൾ സൺഡേ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം അടുത്ത് സ്വർണ്ണത്തിൻ്റെ ഒരു പുതിയ മാല മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാലയ്ക്ക് അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ വിവി ഉണ്ടാവുമ്പോൾ വിവി മാല പിടിച്ച് വലിക്കും. അപ്പോൾ ഈ ഒരു മാല ഒരു പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് പൊട്ടുട്ടോ. അപ്പോൾ ഒന്നും വിവി ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് മാല ഇടാൻ വിചാരിച്ചു കേട്ടോ. എന്താ പറഞ്ഞു ഒരു വട്ടം എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞു വിഷ്ണുവേട്ടനെ വെച്ചാൽ ഒരു വട്ടം കെട്ടിയ ക്ഷീണം മാറിയിട്ടില്ലാത്ത കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴേക്ക് നല്ല മഴ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. വിനീഷേട്ടനും സൂര്യ ചേച്ചിയും തേജും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിക്ക് എത്തുമ്പോഴേക്ക് അവരെത്താം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവരെ വണ്ടിയിൽ പോവാറിട്ട് വിഷ്ണുവേട്ടൻ വണ്ടി വെച്ചാൽ ബജാജിൻ്റെ അവിടെ വെക്കാമല്ലോ. പിന്നെ വിഷ്ണുവേട്ടൻ വെച്ചാൽ പാൻറ്റൊക്കെ കയറ്റി ചെയ്യുന്നുണ്ട്, കാരണം നല്ല മഴയായിരുന്നു. ഞങ്ങൾ മഴ തോരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നിന്നു കേട്ടോ. എനിക്കാച്ചാൽ ഈ പുറപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം. എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന തീരെ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത കേട്ടോ. ഇല്ല വെച്ചാൽ പോണ ടൈമിക്ക് പുറപ്പെട്ടിക്ക് അങ്ങനെ ഇട്ടൊക്കെ ഇഷ്ടം. ഇങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാനാച്ചാൽ ബാഗും കൂടി ഉണ്ട് കേട്ടോ. വിഷ്ണുവേട്ടൻ അങ്ങനെ ഫീൽഡിലേക്ക് പോകും പറഞ്ഞിട്ട് ഞങ്ങൾ ബാഗും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബാഗിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ പാൻറ്റും ഷർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവേട്ടനാണെന്ന് വെച്ചാൽ ഓഫീസ് വെയർ അങ്ങനത്തെ എല്ലാം ഇട്ടിരുന്നു. അപ്പം ഇങ്ങനെ വൈറ്റ് പാൻറ്റൊക്കെ അല്ലേ. അപ്പോൾ വിഷ്ണുവേട്ടന് അതൊക്കെ ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ ഞങ്ങളെ വില്ലുണ്ടായിരുന്നു. ഇവിടെ അല്ല, ഇതിൻ്റെ ഈ ഒരു പൈൻ്റെ വഴി കേട്ടോ. അവിടെ ഒരാൾ പോണില്ലേ, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങൾ വില്ലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെന്നയിൽ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു മൂക്കുത്തി മേടിച്ചു കേട്ടോ. അങ്ങനെ മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് ഇട്ടൊന്ന് മൂക്കുത്തി വിഷ്ണുവേട്ടൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ റിങ് ഇട്ടപ്പോഴേക്ക് നല്ല ഇഷ്ടമായി. ഇതിൽ റിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സമയത്ത് റിങ് മേടിക്കും, പിന്നെ ഇഷ്ടമല്ലേ പറയുമ്പോൾ കൊടുക്കും. അങ്ങനെ എൻ്റെ അത്യാവശ്യം മൂക്കുത്തിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാനൊരു കേക്ക്, ഞാൻ എപ്പോഴും കേക്ക് മേടിക്കുന്ന ചേച്ചീനെ കണ്ടിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അച്ഛൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യ അച്ഛൻ ഡ്രസ്സ് മാറാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റിനാട്ടോ പോയത്. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ അനിയൻ്റെ പെണ്ണിനെ എനിക്ക് മുന്നേ അറിയാം, ലിമെൻറ്റിൽ ഒപ്പായിരുന്നു കേട്ടോ. എൻ്റെ സീനിയർ ആയിരുന്നു കേട്ടോ സൂര്യ. അപ്പോൾ അങ്ങനെ വിഷ്ണുവേട്ടൻ്റെ അമ്മ ഞങ്ങളെ കണ്ടപ്പോൾ വന്നതാട്ടോ. പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്ന് കേക്ക് കട്ടിങ്ങും അങ്ങനെ കേട്ട് അങ്ങനെ പരിപാടിയിലാട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടോ. രേഖേച്ചിയും കുട്ടിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര വർത്താനം പറച്ചിലാവും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും കാണില്ലല്ലോ, എന്തെങ്കിലും അല്ലേ എല്ലാവരും കൂടി കൂടുന്നത്. പിന്നെ മാക്സിമം വീഡിയോസൊക്കെ എടുത്ത് തന്നെ വിഷ്ണുവേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാനും സൂര്യ ചേച്ചിയും കൂടി കഴിഞ്ഞാൽ ഭയങ്കര വർത്താനം കേട്ടോ. ഒരാൾ ഞങ്ങൾ വെറുതെ പറ്റില്ല, ഭയങ്കരമായിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. ഏതെങ്കിലും വീഡിയോത്തെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അത് കണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഏതെങ്കിലും വീഡിയോൻ്റെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമാണ് സൂര്യ ചേച്ചിയുടെ വർത്താനം പറയുന്ന സമയം പോണതേ അറിയില്ല കേട്ടോ. അങ്ങനെ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കലും വർത്താനം പറയലും കാര്യമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, കഴിക്കുന്ന വീഡിയോസ് മാത്രമേ വിഷ്ണുവിനോട് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഏട്ടൻ എടുത്തോളും. അപ്പോൾ അത് ഞാൻ അങ്ങനെ പറയാം കേട്ടോ. ഈ ഒരു കാര്യം മാത്രമേ എന്നോട് പറയേണ്ട ആവശ്യമില്ല, കഴിക്കേണ്ട കറക്റ്റ് നേരത്തേക്ക് വിഷ്ണുവേട്ടൻ എടുത്തോളൂ കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ വന്ന ഇടയിൽ എത്തി നോക്കണൊക്കെ ഉണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിയുന്ന നേരത്തിൽ ലാസ്റ്റിക്ക് സൂര്യയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അവരെ കസിൻസും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ പരിപാടി ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഞാൻ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും ഒക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഡാൻസ്. അപ്പം നമുക്ക് വിവിയുടെ പരിപാടിക്ക് ഡാൻസ് ഇങ്ങനെ കളിക്കണം എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളെ കസിൻസ് സ്റ്റേജ് എവിടെ കണ്ടാലും ഞങ്ങൾ കയറി കളിക്കും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇപ്പോൾ സിംഗിൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഫുഡ് ഉണ്ടായിരുന്നു. സൂര്യയുടെ വീട്ടിലായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഓഡിറ്റോറിയം അമ്പലത്തിൻ്റെ സൈഡിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂര്യയുടെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ തേജ് വെച്ച വിഷ്ണുവേട്ടൻ അങ്ങനെ ഓരോന്നും പറയട്ടോ.
പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ സൂര്യ ചേച്ചിയോട് പറയാം, മൂക്കുത്തി ഞാൻ ഇപ്പോൾ വരുമ്പോൾ മേടിച്ചാണ് രസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ സൂര്യ ചേച്ചിയോട്. പറയും അങ്ങനെ സ്വർണ്ണം ഒരു വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവട്ടെ നോക്കിക്കോളൂ ഉണ്ടോ ഇങ്ങനെ ചേച്ചി പറയാട്ടോ. അപ്പോൾ ഞാനത് വീട്ടിലെത്തുമ്പോഴേക്കും അത് ഊരി വെക്കും കേട്ടോ. ബിരിയാണി കഴിച്ചു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ ടൈമിലാണ് എൻ്റെ ഇളയച്ചൻ വന്നിട്ടോ. അപ്പോൾ ആൾക്ക് സൺഡേ ആയാലും ആൾക്ക് മൈജിക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോകുന്നതാണ്. പിന്നെ അതാ സൂര്യയും മറ്റേ അവളുടെ ചെക്കനും പിന്നെ വൈഷ്ണവേട്ടനും എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ കൈ കഴുകാൻ പോയപ്പോൾ വിനീഷേട്ടൻ വെച്ചാൽ സാരിയുടെ അങ്ങനെ തല പിടിച്ചെടുക്കട്ടെ. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയുന്നുണ്ട് അടുത്ത പരിപാടിക്ക് ഞാൻ സാരി എടുത്തിട്ട് ഞാൻ പറയൂ തല പിടിച്ചാൽ അങ്ങനെ ഇന്ന കളിയാക്കട്ടെ. അപ്പോൾ വിനീഷേട്ടൻ പറയുന്നത് ഇത് ഡാൻസാണ് സ്റ്റെപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ നമ്മളെ വിഷ്ണുവേട്ടൻ വന്നപ്പോൾ നല്ല പോളിങ്ങിലാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നമ്മൾ വിഷ്ണുവേട്ടനാണ് കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടനും ജിഷ്ണുവേട്ടനും അനച്ച ചെറുപ്പം മുതലേയുള്ള ഫ്രണ്ട്ഷിപ്പ് ആട്ടോ. അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവേട്ടൻ ചോദിച്ചു ജിഷ്ണുവേട്ടനോട് തടി ഓരോ ദിവസം കൂടുന്നോറും പൂവാണ് വെച്ച്. അപ്പോൾ ജിഷ്ണുവേട്ടൻ പറഞ്ഞു ജിഷ്ണുവേട്ടൻ തടിച്ചതാണ്, ഇപ്പോൾ എന്താ കുർത്തിട്ടപ്പോൾ അറിയാത്തതാണ് പറയണോ. പിന്നെ എന്താ വിനീഷേട്ടൻ ഇങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ജിഷ്ണുവേട്ടൻ ഒരു കൈ മതി, വിനീഷേട്ടൻ 2 കൈ, വിഷ്ണുവേട്ടനെ അനച്ച 3 കൈ വേണമെന്ന് പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഊക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടി അങ്ങനെ ഞങ്ങൾ നല്ല ഊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും. എനിക്ക് വയറിന്റെ അവിടെ തോന്നും ഇങ്ങനെ ഷർട്ട് മുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഊക്കലാട്ടോ. വിനീഷേട്ടൻ നെയ്യുമ്പോളിയുടെ കട്ടുണ്ട്, വിനീഷേട്ടന് നെയ്യുമ്പോളിയുടെ പോലെ തോന്നി വിഷ്ണുവേട്ടനെ പറഞ്ഞിട്ട് ഭയങ്കര ഊക്കലാട്ടോ. അപ്പൊ വിഷ്ണുവേട്ടന്റെ ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ഊക്കല് ജിഷ്ണുവേട്ടനായിട്ടോ. അങ്ങനെ കുറെ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന് അത്യാവശ്യം ലേറ്റ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിവീനെ അവിടെ ആക്കിയിട്ടല്ല പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സിനിമയ്ക്കില്ല, വിഷ്ണുവേട്ടനെ അനച്ച പൃഥ്വിരാജിന്റെ സിനിമ കാണണമെന്നുണ്ട്, ഇക്കനച്ചത് കാണണമെന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം ഞാൻ ഇക്കനച്ച പട്ടാമ്പിന്ന് കഴിഞ്ഞ് ബസ്സിന് ഇങ്ങോട്ട് വരണം. വിഷ്ണുവേട്ടൻ ഫീൽഡ് പോകണം, ക്ലോസിങ് ആയാലോ. അപ്പം ഞാൻ ബസ് കയറാൻ വേണ്ടി വന്നു. അപ്പോൾ വിഷ്ണുവേട്ടയ്ക്ക് വിളിച്ചു കേട്ടോ. ഏട്ടനും ഉണ്ട്, എന്താ സ്റ്റാഫ് ഇങ്ങനെ പോവാ പറഞ്ഞിട്ട് ഏട്ടൻ വിളിച്ചിട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇതായിട്ടോ, കാരണം ഇനി ബസ് കയറി പോയി അത്താണിന്ന് നടക്കണ്ടേ. നിൽക്കുമ്പോഴാണ് വിനീഷേട്ടനും സൂര്യ ചേച്ചി വന്നിട്ടോ. അവർ ഞാൻ ബസ്സിന് പോകാൻ വിചാരിച്ചിട്ട് അവർ ആക്കി തരാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞില്ലേ വിഷ്ണുവേട്ടൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുറച്ചങ്ങോട്ട് പോയിണ്ടായിരുന്നു. അപ്പോഴാണ് സൂര്യ ചേച്ചി വിനീഷേട്ടനോട് പറഞ്ഞു കേട്ടോ ഞാനിങ്ങനെ ബസ്സിനെ പോകുന്നു. അപ്പോൾ അവർ അങ്ങനെ ഇന്നാക്കി തരാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിഷ്ണുവേട്ടൻ വരും അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരങ്ങനെ പോയി, അവരെ കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നതാട്ടോ. സൂര്യ ചേച്ചിയോട് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബസ്സിനൊക്കെ പോകണം, അവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോരുന്നത്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ആ ടൈമിൽ വിവി നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ഇഷ്ടമായി പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടോ. എനിക്കത് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അങ്ങനെ വിവീനെ എടുത്തു കൊടുന്ന് ഇവിടെ പാലൊക്കെ കൊടുത്തിട്ട് വിവീനെ പിന്നെ കടത്തിട്ടോ. ഈ ഒരു കടത്തിയിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കടന്നു. 6ാമത്തെ വിവി നീച്ചിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവൻ്റെ ഉറക്കം പോയി, ഞാൻ എടുത്തു കൊടുന്നല്ലോ. പിന്നെ അത് അച്ഛനും മകനും നല്ല കളിയായി. പിന്നെ അവ ഉറങ്ങുന്നത് ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ ടൈമിലാട്ടോ. അതുവരെ നല്ല കളിയായിരുന്നു ഇവർ രണ്ടാളും കൂടിയിട്ട് കേട്ടോ. എനിക്ക് ചില നേരത്ത് വിഷ്ണുവേട്ടൻ അങ്ങനെ കാട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്, ചില നേരത്ത് അവന് തീരെ പറ്റില്ല, ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഇങ്ങനെ തട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം അനച്ച ആൾ നല്ല ചിരിയില്ല, അപ്പം നല്ല മൂഡിലാട്ടോ ആള്. അപ്പം എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ട്, വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ അവൻ നടുവിൽ ഇരുന്നിട്ട് അങ്ങോട്ടും വരും ഇങ്ങോട്ടും പോകും, അങ്ങനെ കളിക്കാട്ടോ. ഇവയോട് ഇപ്പം എന്ത് വെച്ചാലും അവ ഇല്ല പറഞ്ഞ് തലാട്ടോ. പുതിയ ഡ്രസ്സ് ഉണ്ടോ വെച്ചാൽ ഇല്ല പറയും, ആരെയെങ്കിലും ഇഷ്ടമാണോ വെച്ചാൽ അപ്പം അല്ല പറയുക. കാരണം അവനത് മാത്രമേ അറിയുള്ളൂ. പിന്നെ തല ആട്ടി കാണുമ്പോൾ നമ്മൾ ചിരിക്കില്ല. അപ്പം അവന് ഭയങ്കര ഒരു ഇതായിട്ടത് എന്ത് ചോദിച്ചാലും ഇല്ല അങ്ങനെ തല ആട്ടാട്ടോ ചെയ്യുക. അപ്പോൾ അവൾ വിവിക്ക് ഇങ്ങനെ പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പല്ല് ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ തടയുന്നുണ്ട് ചെറിയൊരിത്. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കളി കഴിഞ്ഞപ്പോൾ പിന്നെ ഗുസ്തി ആയിട്ടോ, എടുത്ത് പൊക്കലും മറിക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ അവന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൻ ചിരിക്കായിരുന്നു. ചില നേരത്തെ ഇങ്ങനെ കാട്ടി കഴിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ഭയങ്കര ദേഷ്യക്കാരനാട്ടോ നമ്മളെ വിവി. അവൻ്റെ അച്ഛൻ്റെ അതേപോലെ തന്നെ ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ 3 ആളും അതിലും ഞങ്ങൾ 3 ആളും ഒന്നാട്ടോ. ഇക്കാണെച്ചാലും പെട്ടെന്ന് ദേഷ്യം വരും, വിഷ്ണുവിന് ദേഷ്യം വരും, വിവിക്കും അതേപോലെ കേട്ടോ. ഇങ്ങനെ കളിക്കുന്ന കുറേ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വിവി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അത് വിഷ്ണുവിൻ്റെ മേലിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങാൻ വേണ്ടിയുള്ള കടത്താട്ടോ. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നീക്കും ചെയ്യും, ചിലപ്പോൾ അങ്ങനെ ഉറങ്ങും ചെയ്യും കേട്ടോ. ഇവിടെ ഈ മയക്കാച്ച കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ വിവിയാച്ച വിഷ്ണുവേട്ടൻ അങ്ങനെ മുഖത്ത് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ വേദനിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വിവിക്കാച്ച ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊരു 5:30 കേപ്പയ്ക്ക് ഞങ്ങൾ ഉറങ്ങിയിട്ട് പിന്നെ ഒരു 7 മണി സമയത്തായിട്ട് നീക്കണത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നിൽക്കും. ഞങ്ങൾ രാവിലെ നേരത്തെ നീച്ചിട്ട് ഞാനൊരു 7 മണി നീച്ചു. ഞങ്ങൾ കിടക്കുന്ന വെച്ചാൽ 4 മണിക്കായിരുന്നു കേട്ടോ.
പിന്നെ ഞങ്ങൾക്ക് പട്ടാമ്പിക്ക് പോകാണ്ട്. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്കും കൺമഷിയും ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കട്ടെ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ആ ലിപ്സ്റ്റിക്ക് രാവിലെ ഇട്ടതായിരുന്നു, രാത്രിയായിട്ടും പോയിട്ടില്ല കേട്ടോ അത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നപ്പോഴേക്ക് തന്നെ വിവിയുടെ കഴിക്കൽ കഴിഞ്ഞു അങ്ങനെ സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്താണ് വിവി അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്, വലിയ ബഹളമൊന്നും വലിയ ചിലപ്പോൾ ടി വി കണ്ടിരിക്കും, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒപ്പം കളിക്കാൻ കൂടിയാൽ മതി കേട്ടോ, അങ്ങനെ ബോളോ അങ്ങനെ കിലിക്കോ എന്തെങ്കിലും കേട്ട് കിലിക്കാൻ മതി കേട്ടോ. അപ്പോൾ ഇപ്പം അച്ഛൻ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കും കേട്ടോ. അങ്ങനെ നല്ല രസമാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് കാണാം കേട്ടോ. പിന്നെ ആളാണച്ചാൽ ഇപ്പം തപ്പൊട്ടാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴും തപ്പൊട്ടില്ല, അവന് തോന്നണം നമ്മൾ തപ്പൊട്ടാൻ പറഞ്ഞാലും അവൻ തപ്പൊട്ടില്ല കേട്ടോ. ചില നേരത്ത് അവൻ തന്നെ തപ്പൊട്ടും. നല്ല രസമാട്ടോ അങ്ങനെ കാട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവണില്ലേ. ഇപ്പം നമ്മളെ വിവിയുടെ പിറന്നാൾ ആവാറായിട്ടോ. എന്നപ്പോൾ അവൻ ജനിച്ച് എത്ര പെട്ടെന്നാണ് അപ്പോൾ അവനൊരു വയസ്സാവണില്ലേ. അപ്പോൾ അവൻ്റെ പിറന്നാൾ ആവാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫുൾ പ്ലാനിങ്ങിലാട്ടോ നമ്മളെ വിവിയുടെ പിറന്നാളിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചങ്ങനെ അവൻ കഴിക്കൽ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി പട്ടാമ്പിക്ക് പോവാണ്ട് വിഷ്ണുവിന് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കിട്ടും. പക്ഷേ വിഷ്ണുവിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ലേ ഓണത്തിന്. അപ്പോൾ മാമനടച്ച മരുവൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് വയറെടുക്കല്ലേ, വയറ് വിളിക്കട്ടെ പറഞ്ഞ് ശ്വാസം പിടിച്ച് നിൽക്കട്ടെ അവൻ. അപ്പോൾ വിവീനെ നോക്കാൻ വേണ്ടിയിട്ട് മേമ അപ്പുറത്തിരുന്ന് ഫോൺ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് മാറാൻ പോയിട്ട് വിവീനെ ആല് വെച്ച് അമ്മയുടെ ഒപ്പം ഇരിക്കുന്നത് ഒന്നും നമ്മളെ വിവിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പം വിവിയുടെ വിചാരം അവനെ കൊണ്ടുപോകണില്ല ചേട്ടാ. വിവി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കണം. ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ കാര്യമായിട്ട് കേട്ടിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൻ അമ്മേനെ എത്തി വെക്കുന്നുണ്ട്. അവൻ അമ്മ അടുത്തേക്ക് പോകണമെന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ പിന്നെ അങ്ങനെ എന്തൊക്കെയാണ് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ടോയെന്ന്. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ വിഷ്ണുവിനോട് ഇല്ല എന്നാട്ടോ പറയുന്നത്. അപ്പം എന്നാ പറയുന്നുണ്ട് ഇന്ന് വേണ്ട, അന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ പറയാം കേട്ടോ. പക്ഷെ അവനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, കാരണം അമ്മ കണ്ടാണ് സിനിമയ്ക്ക് പോകുക. അപ്പോൾ അവനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയത് പട്ടാമ്പി എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് വിഷ്ണുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ടാക്സിക്കാണ് ഞങ്ങൾ അധികം ഇവിടേക്ക് തന്നെ പോവല്. വിഷ്ണുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വെച്ചാൽ ഒരുപാട് സമയം വേണം കേട്ടോ. നമ്മൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, അതിനേക്കാളും ടൈം വേണം വിഷ്ണുവിൻ്റെ ഡ്രസ്സ് കിട്ടാം കേട്ടോ. ആൾക്ക് അങ്ങനെ ഷർട്ട് ഇഷ്ടാവുമൊന്നുമില്ല. അങ്ങനെ ആൾക്ക് ഇട്ട് നോക്കി കുറേ നമ്മൾ അഭിപ്രായമൊക്കെ കേട്ട് അങ്ങനെയായിട്ട് ആൾക്ക് ഇഷ്ടാവുള്ളൂ. അപ്പോൾ ഞാനും വിവിയച്ചവർ വന്നിരുന്നു, ആളിഞ്ഞ് എടുത്ത് വരും അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു നോക്കുന്ന ഡ്രസ്സ് ആയാലും വിഷ്ണുവിൻ്റെ അങ്ങനെ ഇഷ്ടാവില്ല കേട്ടോ. ചില ഡ്രസ്സ് മാത്രമേ ഇഷ്ടാവുള്ളൂ. പിന്നെ 2-3 കൊണ്ടുപോയി ഓരോന്നൊക്കെ ഇട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചില ഡ്രസ്സിക്ക് തീരെ ഇഷ്ടമില്ല. നല്ല തന്ത വൈബ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ പറയലൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് ഇടാനല്ല ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഡ്രസ്സിലായാലും വിഷ്ണുവായിട്ട് അങ്ങനെ അഭിപ്രായം പറയലൊന്നുമില്ല കേട്ടോ. ഇടണ്ട, അങ്ങനെ ഇടരുത്, ഇങ്ങനെ ഇടരുത്. ഡ്രസ്സ് ഇട്ട് വന്ന ആൾ പറയും നല്ല രസമുണ്ട് പറയട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്ക് ഇങ്ങനെ സാരി അതൊന്നും തീരെ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കോട്ട് സെറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടം. പിന്നെ നല്ല ലൂസായി കിടക്കുന്ന ഡ്രസ്സ് ഇങ്ങനെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇക്കെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഇടലില്ല. പക്ഷേ ഞാൻ അങ്ങനെ കോട്ട് സെറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്ക് നല്ല മഴ, നല്ല പെരും മഴ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇമ്മാനുവലിക്ക് കൂടിയും പോകാണ്ടായിരുന്നു. അമ്മ വിഷ്ണുവിനെ എടുത്ത ഷർട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമ്മാനുവലിക്ക് അച്ഛൻ പറഞ്ഞാൽ 2 മിനിറ്റല്ലേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ആ ടൈം പോവാൻ പറ്റുന്നില്ല, കാരണം അത്രയും മഴയായിരുന്നു കേട്ടോ. നല്ല അടിച്ച് പെയ്ത് അങ്ങനെയൊക്കെ പറയില്ലേ, അടിച്ച് പൊളിച്ച് പെയ്യുക അങ്ങനെയായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ഇമ്മാനുവലിലെത്തി. ഇമ്മാനുവലിൽ പിന്നെ എന്നും വരുന്നതുകൊണ്ട് അവിടുത്തെ എല്ലാവരും ഇപ്പം നല്ല പരിചയം കേട്ടോ, നല്ല സംസാരം. പിന്നെയൊക്കെ അവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ചെക്കിങ് വന്നപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് നമുക്ക് സിനിമ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ വിവീനെ വെച്ചാൽ ഞാൻ അവിടെ ഒരു വണ്ടി ഉണ്ട്, അപ്പോൾ അതിലിരുത്തിയിട്ട് കേട്ടോ. അവനെ വെച്ചാൽ അങ്ങനെ വണ്ടീയിൽ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ കുട്ടികളും ഉണ്ടായതുകൊണ്ട് വിവി ഒരലമ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കുട്ടികളെ കളി നോക്കിയിരുന്നു. പിന്നെ കുറേ നേരം വണ്ടിയിലിരുന്ന് കളിച്ചു. പിന്നെ അച്ഛനും മകനും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ നേരം കളിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് അവന് നേരെ കാണാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ അലമ്പുണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അവനിപ്പോൾ കൊടുക്കുന്നത് ബന്നാട്ടോ കൊടുക്കുന്നത്, വെള്ളത്തിൽ കുതിർത്തിയിട്ട് ബന്നാട്ടോ കൊടുക്കുന്നത്. അവനൊന്നും കൊടുത്തില്ല വെച്ചാൽ അവൻ നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ചിക്കന് കൊടുക്കാൻ പറ്റില്ലല്ലോ. വിവിക്ക് ഇന്നും ചോറ് 2-3 സ്ഥലത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവിക്ക് ചിക്കനും മീനും മുട്ടയോ ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കൊണ്ട് പെട്ടെന്ന് കഴിക്കണം വിചാരിക്കുന്നുണ്ട്, പിറന്നാൾ ആവാറായല്ലോ. അപ്പോൾ ഞാൻ 3-4 അമ്പലത്തിലൂടെ ഉണ്ട് കേട്ടോ വിവിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്തുമ്പോൾ അതൊന്നും ക്ഷമയിലിടും, എൻ്റെ കൈയൊക്കെ തട്ടിപ്പിടിച്ച് മേടിക്കട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ വിവിക്ക് കൊടുക്കുന്ന ടൈമിൽ റോള് വന്നു കേട്ടോ. ഞങ്ങൾ റോളും പിന്നെ ബ്രോസ്റ്റും കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റോളാച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. നല്ല റേറ്റും ഉണ്ട്, എന്നാൽ അതിനുള്ള സാധനം ഇല്ല കേട്ടോ. നമ്മൾ സാധാ റോള് കഴിക്കില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ഉണ്ടായി കേട്ടോ. എനിക്കും വിഷ്ണുവേട്ടനും ആയാലും ഇഷ്ടമായില്ല കേട്ടോ. എന്നാലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല, എന്നാലും ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇത് ഫസ്റ്റ് കടിക്കുമ്പോൾ തന്നെ അങ്ങനെ ജ്യൂസി ടൈപ്പില്ല, ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാം, നല്ല ജ്യൂസി ടൈപ്പ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ പറയാം കേട്ടോ. പിന്നെ ഡ്രിങ്ക്സ് അതിനുള്ളത് ഞാൻ അച്ഛൻ സ്പ്രൈറ്റ് ആട്ടോ പറഞ്ഞത്. ഞാൻ അങ്ങനെ കൊക്കക്കോള അങ്ങനെയൊന്നും ഞാൻ കുടിക്കില്ല കേട്ടോ. സ്പ്രൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതും എപ്പോഴും കുടിക്കില്ല, എന്തെങ്കിലുമൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ എന്നും കുടിക്കൊന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെ തോന്നുമല്ലോ അങ്ങനെ കുടിക്കണം, അങ്ങനെ കുടിക്കലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കഴിക്കുന്നത്. ആദ്യം ഞാൻ കഴിച്ചു, പിന്നെ വിഷ്ണുവേട്ടൻ കഴിച്ചു, അതിൻ്റെ ഇടയിൽ വിവിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുക, കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ വില്ലയിലായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടാളും മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഓണത്തിന് നമുക്ക് വിവി ഉണ്ട്, എത്ര പെട്ടെന്നല്ലേ അങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നതിൽ നമ്മളെ ഫുഡ് വന്നു കേട്ടോ. ഇവിടുത്തെ ഇതാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയ്ക്കും അതെ, ഇവിടുത്തെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ ആദ്യമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിവി ആയതിനു ശേഷം അങ്ങനെ വരൽ കമ്മി, എന്നാലും ഞങ്ങൾ അധികം വരലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം കഴിച്ചു. ഈ ടൈമിൽ വിവിനെ ഏട്ടൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കണ്ട അവൻ കരയും. അപ്പോൾ പോയിട്ടില്ല, പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. വിവിക്ക് വെള്ളം കൊടുത്തിട്ട് അവർ പുറത്ത് പോയി നിൽക്കും കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ കഴിക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി നിൽക്കും. അപ്പോൾ വിഷ്ണുവേട്ടൻ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കഴിക്കാൻ ഒരു സുഖമില്ല, ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ രസം, ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോഴല്ലേ രസം. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കാലം ഇങ്ങനെ കഴിച്ചേ പറ്റൂ, അവന് ചിക്കനും മീനൊക്കെ കൊടുക്കണം വരെ. അങ്ങനെ വിഷ്ണുവേട്ടൻ പുറത്ത് പോയി. അങ്ങനെ വിഷ്ണുവേട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ 10-10:30 കായ ഉണ്ടായിരുന്നു കേട്ടോ. വിവിക്ക് അച്ഛൻ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ അപ്പോൾ വണ്ടി എടുക്കാൻ പോയിരുന്നാണ്. ഞങ്ങൾ അച്ഛൻ വിഷ്ണുവേട്ടനെ വെയിറ്റ് നിൽക്കുക കേട്ടോ. അവിടെ മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് നോക്കിക്കുകയാണ് വിവി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവന് ഉറക്കാൻ വേണ്ടി കടത്തായിട്ട് അവൻ തന്നെ ഉറങ്ങിക്കോളും, ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ തലയുടെ അവിടെ ഒക്കെ കടത്തി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ അവനെ കൊണ്ട് അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലാഷ് കണ്ടിട്ടാണ് ആൾ നീച്ചിരിക്കുന്നത്. ആൾക്ക് കളിക്കാനുള്ളൊരു മൂഡാവാറായിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫ്ലാഷൊക്കെ ഓഫാക്കിയിട്ട് അവനെ കടത്താൻ വേണ്ടി നിന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ട വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.